ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓവർ തിങ്കിങ് കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്ത് മെത്തേഡാണ് നമ്മൾ അതിന് പകരമായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് കൂടുതലായിട്ട് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പം അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പം നോർമലി ഇപ്പം ഒരുപാട് മെഡിറ്റേഷൻ സ്പിരിച്വൽ ഗുരൂസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിനെ ഇങ്ങനെ തോട്ട്സ് ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സൊക്കെ ഒരുപാടുണ്ട്. ഈ വീഡിയോയിലൂടെ അങ്ങനെയൊന്നുമല്ല, അതൊന്നും എല്ലാവർക്കും ഒരു റിയൽ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇറ്റ് ടേക്സ് ടൈം. അതൊന്നും നടക്കത്തില്ലെന്ന് നമ്മൾ പറയുന്നില്ല, ബട്ട് ഇറ്റ് ടേക്സ് ടൈം. സോ റിയൽ ലൈഫിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമ്മളിപ്പോൾ ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് അവറിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഇന്ന റിസൾട്ട് വേണമെന്നുണ്ട്, പക്ഷേ അത് കിട്ടുമെന്ന് നമുക്ക് തന്നെ വല്ല നമ്മൾ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് നോക്കിയിട്ടും അത് കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. പക്ഷേ നമുക്കത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടേ നമ്മളിങ്ങനെ വിചാരിച്ചു എനിക്ക് എന്തായാലും അത് കിട്ടിയേ പറ്റൂ, എനിക്ക് എന്തായാലും MBBS അഡ്മിഷൻ കിട്ടിയേ പറ്റൂ. പക്ഷേ കുറേ മോക്ക് ടെസ്റ്റൊക്കെ ഞാൻ എഴുതി, എനിക്ക് കുറേ നേരമൊക്കെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നൊന്നുമില്ല, മോക്ക് ടെസ്റ്റൊക്കെ എഴുതി എനിക്ക് കിട്ടുന്നത്, പക്ഷേ എനിക്ക് എനിക്കത് കിട്ടിയേ പറ്റൂ, എനിക്ക് എന്തായാലും ഉറപ്പായിട്ട് കിട്ടണം. അതല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചുള്ള ഭയങ്കര പേടി. ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വീട് നോക്കുന്നുണ്ട്, ഒരു വീടും ഇഷ്ടപ്പെടുന്നില്ല. എനിക്കാണെങ്കിൽ വലിയ ഒരു നോർമലി 10 അടി 12 അടി സൈസിലുള്ളൊരു ബെഡ്റൂമൊക്കെയാണ് നമുക്കുള്ളത്. ബട്ട് അതൊന്നുമല്ല, എനിക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ സീരിയലിലൊക്കെ കാണുന്ന പോലെ ഗമകണ്ഠൻ വലിയ വീട് വേണം, വലിയ കാർ പാർക്കിംഗ് വേണം, കുറേ മുറ്റം വേണം, അതിനകത്തെല്ലാം പൂന്തോട്ടം വേണം, ഇതെല്ലാം വേണം, ടോയ്ലറ്റ് 4 വേണം, താഴെ ഒരു നില മുകളിൽ ഒരു നില, മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള പൂന്തോട്ടം കാണും, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊക്കെ കിട്ടും. ഇത് കിട്ടുമെങ്കിൽ കുറച്ച് ഉള്ളിലുള്ള സ്ഥലത്തോ ഗ്രാമപ്രദേശത്തിലൊക്കെ വേണം. അതും പോരാ, എനിക്ക് സിറ്റിയുടെ നടുക്ക് ഇതെല്ലാമായിട്ടുള്ള സാധനം വേണം. എന്നാൽ എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ. ശരി, നിങ്ങളുടെ കയ്യിൽ 10 കോടി 50 കോടി രൂപയുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ പൈസയും ഇല്ല, ഇതെല്ലാം ആഗ്രഹങ്ങളും ഉണ്ട്. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും നടക്കാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ ഒരുപാടുള്ള ആഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് വേണ്ടത് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഓവർ തിങ്കിങ്. അപ്പോൾ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കണം, ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആക്ച്വലി ഈ മെഡിറ്റേഷനിലൊക്കെ പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ തോട്ട്സിനെ ഒന്നും നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ടോയ്ലറ്റിൽ പോകണം തോന്നി, നമുക്കൊരു അരമണിക്കൂർ വല്ല ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കണം, നമുക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ തോട്ട്സിനെ, നമുക്ക് ഒരുപാടൊന്നും ഈ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇത് വന്നുകൊണ്ടേയിരിക്കും. സോ ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇതിനൊരു സ്ട്രക്ചേർഡ് വേയിൽ നമ്മുടെ തോട്ട്സിനെ ഒന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ചാനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സോ അതാണ് ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് പറയുകയാണ്, എനിക്ക് എന്തായാലും കീമിൽ ഫസ്റ്റ് റാങ്ക് ചെയ്യണം, ഫസ്റ്റ് 10-നകത്ത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്നതോ ഫുൾ IPL കാണുക, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുക, അതല്ലെങ്കിൽ പകുതി സമയവും നമ്മളിങ്ങനെ ഏതെങ്കിലും ചർച്ച ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഒന്നും പഠിക്കാതെ ഇരുന്നിട്ട് ഇത് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോ അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളൊരു പ്രോസസ്സ്, ഏതാണ് ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ശരിക്കും പലർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. കാരണം ഓവർ തിങ്ക് ചെയ്ത് നമുക്കൊരു സൊല്യൂഷനിൽ എത്താൻ പറ്റാതെ നമ്മുടെ ടൈം കടന്നു പോകും, നമ്മൾ സ്റ്റക്കായിപ്പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റക്കായിരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളും റിയലായിട്ട് നമുക്ക് കിട്ടുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ ആയിപ്പോൾ പലർക്കും വേണ്ടത് എനിക്ക് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഇന്ന് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഉറപ്പായിട്ട് 100% അല്ലെങ്കിൽ 80% റിട്ടേൺ കിട്ടണം, അത് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 100% പോസിബിലിറ്റി ഒന്നിലുമില്ല. എവിടെയാണ് നമുക്ക് ആകെപ്പാടെ ഒരു സെർട്ടനിറ്റി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് അനന്തമായി നമ്മളങ്ങ് ജീവിക്കുമെന്നുള്ളതിന് 0% പ്രോബബിലിറ്റിയാണുള്ളത്. നമ്മൾ എന്തെങ്കിലും മരിക്കും എന്നുള്ളതിനാണെങ്കിൽ 100% പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 കേസിൽ മാത്രമേ നമുക്കൊരു 0
പ്രോബബിലിറ്റിയും 100% പ്രോബബിലിറ്റിയുള്ളൂ. ബാക്കി എല്ലാ കേസും ലൈഫിൽ നമുക്ക് അങ്ങനെ 100% ഒന്നും പറയാൻ പറ്റാത്തൊരു കേസാണ്. നടക്കും എന്നുള്ളതിനും നടക്കത്തില്ല എന്നുള്ളതിനും 0-100 ഇടയ്ക്കേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈവൻ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നു, അതിൽ പോലും നമ്മൾ സക്സസ്ഫുള്ളി നമുക്കൊരു അപകടം ഉണ്ടാവാതെ ക്രോസ് ചെയ്യും എന്നുള്ളതിന് ഒരു 100% പ്രോബിലിറ്റി ഇല്ല. കാരണം അത്രമാത്രം ആക്സിഡൻറ്റ്സ് കേസസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ക്രോസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? നമ്മൾ ക്രോസ് ചെയ്യുന്നു, കാരണം നമുക്കറിയാം അതിൻ്റെ പ്രോബിലിറ്റി വളരെ ചെറുതാണ്. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നോക്കി, ഇടതും വലതുമൊക്കെ നോക്കി ശ്രദ്ധിച്ച്, ഫോൺ ചെയ്യാതെയൊക്കെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാം. എന്നാൽ പോലും പ്രോബിലിറ്റി ഇല്ല. അതേപോലെ തന്നെ നമ്മൾ എന്തുമാത്രം എഫേർട്ട് എടുക്കുന്നു, എന്തുമാത്രം നമ്മൾ ഇൻപുട്ട് എന്തുമാത്രമാണ്, നമ്മുടെ ഇൻപുട്ട് വേണ്ടതുപോലെയാണോ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, IPL അവർ പല പല കൺട്രീസിൽ നിന്ന് പലർ വരുന്നു, അവർ കളിക്കുന്നു, അവർ ജയിക്കുന്നു, അവർ പൈസ വാങ്ങി പോകുന്നു. അറ്റ് ദ എൻഡ് നമുക്ക് എന്താണ് കിട്ടുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എക്സാം, ശരി ഒരു സിനിമയാണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ബട്ട് എക്സാമിൻ്റെ ആ പീക്ക് ടൈമിൽ നിങ്ങൾ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ, നമ്മൾ മോക്ക് ടെസ്റ്റൊക്കെ എഴുതാൻ പറയുമല്ലോ, അപ്പോൾ പിള്ളേർക്ക് അതങ്ങോട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എനിക്ക് ഒട്ടും അറിയത്തില്ല, അതങ്ങോട്ട് പഠിക്കാൻ തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ട്. അതിനെ ഓവർകം ചെയ്ത് നമ്മളങ്ങ് തുടങ്ങണം. ഒരു 1 പേജ് ആണെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് സ്പീഡപ്പായി പോയിക്കോളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ മാറ്റി വെച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് നമ്മൾ ആ സമയമെല്ലാം നമ്മളിങ്ങനെ കളയുകയാണ്. പക്ഷേ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഇൻപുട്ട് നമ്മൾ പ്രോപ്പറായി കൊടുക്കാതെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം, എനിക്ക് ഔട്ട്പുട്ട് ഇന്നതേ കിട്ടാൻ പാടുള്ളൂ, അത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് അതിനെ കാണുക. നമ്മൾ അതിന് എന്തൊക്കെ ഇൻപുട്ടാണ് വേണ്ടത്, സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ആലോചിക്കുക, എന്തൊക്കെ ഇൻപുട്സാണ് നമ്മൾ ഇതിന് കൊടുത്താലാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് നമുക്ക് വേണ്ടതാണോ? ഇപ്പം ഒരു പക്ഷേ ബ്ലഡ് കണ്ട ബോധം കെട്ടി വീഴുന്ന ഒരാൾ പോയി MBBS ജോയിൻ ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, നമ്മളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് യോജിക്കുന്നത് എന്താണ്, നമ്മുടെ ആഗ്രഹമല്ല. പലർക്കും പല ആഗ്രഹങ്ങൾ കാണും. ചിലർക്ക് ആഗ്രഹം ചുമ്മാ പെമ്പിളാരെയൊക്കെ വളച്ച് കറങ്ങി നടക്കാനിരിക്കും. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ബി ഡൺ? അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ പഠിക്കാൻ ആർക്കും താല്പര്യമുള്ള കാര്യമൊന്നുമില്ല, ബട്ട് ഇങ്ങനെ ഒരു റിസൾട്ട്, നല്ല മാർക്ക്, ഇപ്പോൾ 3 months കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ട്, ആ എക്സാമിന് നല്ലതായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഞാൻ ഇന്നൊരു 8 hours എങ്കിലും വർക്ക് ചെയ്യാം, 8 hours എങ്കിലും പഠിക്കണം. ആ 8 hours ഒരു 2-3 hours നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ മോക്ക് ടെസ്റ്റ് ഉള്ളതാണെങ്കിലും, ഇപ്പം ബോർഡ് എക്സാമിനുള്ളതാണെങ്കിലും മറ്റ് എക്സാമിനുള്ളതാണെങ്കിലും അതിനുവേണ്ടി ഞാൻ പഠിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ജോലി സമയത്ത് ഞാൻ എൻ്റെ വർക്കുകൾ നന്നായി ചെയ്യുന്നുണ്ടോ? ആ വർക്കുകൾ എന്തെങ്കിലും ചെയ്തേ പറ്റില്ലെങ്കിൽ ബോസിൽ നിന്ന് വഴക്ക് കിട്ടും. അതല്ലാതെ ഞാൻ അതിൽ ഇനി ഉയർന്നു പോകണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടോ? എന്തിലെങ്കിലും കാര്യത്തിൽ ഞാൻ അഡീഷണലി പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് കിട്ടുന്ന ഫിനാൻസ് ഞാൻ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടോ? അത് വെറുതെ FD മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. കാരണം FDയിൽ നിന്നും നമുക്കറിയാം, FDയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 6.57% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതിപ്പം സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ഒന്നും നമുക്ക് FDയിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ അപ്രീസിയേഷനും അതിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് അപ്രീസിയേഷൻ സംഭവിക്കുന്നില്ല. നമുക്ക് ആകപ്പാടെ കിട്ടുന്നത് ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സാണ് ഏറ്റവും നല്ലത്? FD ആണോ, സോവറിൻ ബോണ്ടാണോ, സോവറിൻ ഗോൾഡ് ബോണ്ടാണോ, അത് ഗോൾഡിൽ ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, അത് സിൽവർ ആണോ, അതോ ഷെയർസ് ആണോ? ഷെയർസിൽ തന്നെ ഏത് ഷെയർ ഞാൻ എടുക്കണം? Nifty 50 ഷെയർസ് ആണോ, ടോപ്പ് 50 അതോ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് ആണോ? അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ തന്നെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുടുങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഏത് റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഞാൻ മൈവൺ കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ സാധാരണ പോലെയുള്ള ബിൽഡിങ്ങിലാണോ, അത് ലിസ്റ്റഡ് പ്ലേസിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് സ്ഥലത്താണ്, ഏത് സിറ്റിയിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്? അപ്പോൾ ഇതൊക്കെ റെൻറ്റഡായിട്ട് കൊടുക്കാനാണോ, എനിക്ക് എൻഡ് യൂസറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ ഒരു കാര്യത്തിനേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഔട്ട്പുട്ട്, നമുക്ക് യോജിച്ച, നമുക്ക് നല്ലതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് കണക്കാക്കി അതിന് വേണ്ട ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പലർക്കും ഡീപ്പ് തിങ്കിങ് തന്നെ പേടിയാണ്. കാരണം നമ്മൾ ഡീപ്പായിട്ട് നമ്മളെക്കുറിച്ച് തന്നെ തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ദൈവമേ ഞാനൊരു 8 മണിക്കൂർ ഉറങ്ങി, 4 മണിക്കൂർ ഞാൻ മൊബൈലിൽ കുത്തി കളഞ്ഞു, പിന്നെ 2 മണിക്കൂർ ഞാൻ ഭക്ഷണത്തിന് വേണ്ടി കളഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ടൈമിനെക്കുറിച്ചൊരു ഇങ്ങനെ ഡീപ്പ് തിങ്കിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനൊരു നല്ല മകളാണോ, ഞാനൊരു നല്ല മകനാണോ, ഞാൻ ഇങ്ങനെയൊക്കെയാണോ, ഇത് യോജിച്ച രീതിയിലാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഫാദറാണോ, എൻ്റെ ടൈമൊക്കെ ഞാൻ പ്രോപ്പറായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, എൻ്റെ പൈസയൊക്കെ ഞാൻ പ്രോപ്പറായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ അല്ലേ എങ്ങനെയാണ് ഞാൻ ചിലവാക്കുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളങ്ങ് ഡീപ്പ് തിങ്കിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു അവയർനെസ് ഉണ്ടാകുന്നത്. അതല്ലാതെ സൂപ്പർഫിഷ്യൽ ലെവലിൽ നമ്മളിങ്ങനെ വെറുതെ എനിക്കത് വേണം, എനിക്കതാണ്
ആഗ്രഹം. ഇപ്പോൾ പല പെൺപിള്ളേരും കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു കേസ്, കല്യാണം കഴിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും പറയുന്നത് എനിക്ക് വളരെ സുന്ദരനായിട്ടുള്ള ഷാരൂഖ് ഖാനെ പോലെ സുന്ദരനായിട്ടുള്ളൊരു പയ്യൻ വേണം, ജോൺ അബ്രഹാമിനെ പോലെ നല്ല ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം, കാണാൻ നല്ല സുമുഖനായിരിക്കണം, അതുപോലെ തന്നെ ഇഷ്ടംമാതിരി പൈസ ഉണ്ടാവണം. എനിക്ക് 25,000 രൂപ സാലറി ഉണ്ടാവുള്ളൂ, പക്ഷേ അവന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ശമ്പളം വേണം എല്ലാ മാസവും, നല്ല വീട് വേണം, സെറ്റപ്പ് ആയിരിക്കണം, കാർ ഉണ്ടാവണം, എന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോകണം, അമ്മായിയമ്മ നല്ലതായിരിക്കണം, അമ്മായിയമ്മ നല്ല സ്വഭാവമായിരിക്കണം, അമ്മായിയച്ഛൻ അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരു എൻഡ്ലെസ് ലിസ്റ്റാണുള്ളത്. അതുപോലെ തന്നെ കല്യാണം ഇങ്ങനെ നടക്കണം, കല്യാണത്തിന് ഇങ്ങനെ ഡ്രസ്സ് വേണം, ഇത്ര രൂപ അതിന് ചിലവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ആൺപിള്ളേരുണ്ട്. ബട്ട് ഇതൊക്കെ നമുക്ക് ചേരുന്നതാണോ? അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരാളിൽ കിട്ടുമോ? അതേപോലെ തന്നെ ആൺപിള്ളേർക്കും വളരെ സുന്ദരിയായിരിക്കണം, ജോലി ഉണ്ടാവണം, നല്ലതായിട്ട് സംസാരിക്കണം, എൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് പോകണം, അമ്മായച്ഛൻ റിച്ച് ആയിരിക്കണം, ഇതെല്ലാം ഉള്ള പെൺപിള്ളേരുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരാളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. സോ എവിടെയെങ്കിലുമൊക്കെ അപ്പം നമ്മളെ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കുക, നമ്മളുടെ ഒരു സ്റ്റേജ് എന്താണ്. ഇപ്പോൾ പല പെൺപിള്ളേർക്കും ഉള്ളത് ഇത്രയൊക്കെ വേണം, എന്നാൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനുള്ള സാഹചര്യവും വേണം. അപ്പം നമ്മളിപ്പോൾ നമുക്കൊരു 40,000 രൂപ ശമ്പളമുള്ള ഒരു പെൺകൊച്ചാണെങ്കിൽ നമ്മുടെ ജോലിയെ ഈ പറയുന്ന വരുന്നയാൾ വില കൽപ്പിക്കണമെങ്കിൽ അവനൊരു 2.5 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാളാണ് നമ്മളെ കെട്ടുന്നതെങ്കിൽ അവൻ പറയും നിൻ്റെ ഈ ജോലി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നീ വീട്ടിലിരുന്നോളാൻ പറയും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാകും. ബട്ട് അവർക്കൊരു 80,000 അല്ലെങ്കിൽ 60,000 ഒക്കെ സാലറി ഉള്ള ആളാണെങ്കിൽ അവർക്കും നമ്മുടെ ഈ ജോലി ആവശ്യമാണ്. അപ്പോൾ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ അവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അമ്മയെ കൊണ്ടുവരും, അച്ഛനെ കൊണ്ടുവരും, ഫാമിലിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് അങ്ങനെയായാലും ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എങ്ങനെയുള്ള ആളെയാണ് ഈവൻ കല്യാണം കഴിക്കേണ്ടത്? എല്ലാത്തിലും നമ്മളുടെ കുറേ ആഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷൻസൊക്കെ കണക്കാക്കി ഇതെല്ലാം നോക്കി ഡീപ്പ് തിങ്ക് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാം. ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ അങ്ങ് സ്വപ്നം കാണും ആൾക്കാർ, അങ്ങനെ ഇരുന്നെങ്കിൽ സ്വപ്നം കാണും, ഇതൊന്നും നടക്കാത്തപ്പോൾ ഓക്കെ ഇതിന് ഇത്രയും ക്രൈറ്റീരിയയിൽ ഇതൊന്നും ഓക്കെ ഇവൻ സുന്ദരനല്ല, അല്ലെ ഇവന് ബോഡി ഈ ഒരുപാട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്ന ആൾക്ക് എന്നും ജിമ്മിലൊന്നും പോയി ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ജിമ്മന്മാരെ കെട്ടിക്കഴിഞ്ഞാൽ അതിന് വേറെ ഇഷ്യൂസും ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ പഠിക്കത്തുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരാളിൽ കണ്ടു കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് എല്ലാ കാര്യവും. ഇപ്പം നമുക്ക് എന്താണ് ഇപ്പോൾ അച്ഛനമ്മമാർക്കായാലും അറിയാം, പിള്ളേരെക്കുറിച്ച് ഭയങ്കര സ്വപ്നമാണ്, അയ്യോ ഇവനങ്ങോട്ടങ്ങും IAS ആയാൽ മതി. പക്ഷേ ഇവന് രാവിലെ എഴുന്നേക്കത്തില്ല, ഉറക്കത്തോടെ ഉറക്കം കാണുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സമയം ചിലവാക്കുന്നു. പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയുടെ ഒരു ആവറേജ് ബുദ്ധിയാണല്ലോ മക്കൾക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയും പാട്ടുകാരൊന്നും അല്ല, ഈവൻ ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പോലും പാടത്തില്ല, കൊച്ചി യേശുദാസ് ആകണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ ആകണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. ചുരുക്കം കേസുകൾ, വളരെ ചെറിയ പെർസെൻറ്റേജിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. ബട്ട് അതൊന്നും അത്ര. അപ്പോൾ അച്ഛനും അമ്മയുടെയും ബുദ്ധിയുടെ ഒരു ആവറേജ് ലെവലൊക്കെ നമുക്കും ഉണ്ടാകും. അപ്പം അമ്മമാരാണെങ്കിലും അൺനെസസറി ഭയങ്കരമായി കൊമ്പത്തെ സ്വപ്നങ്ങളൊന്നും കാണാതെ റിയലിസ്റ്റിക് ആയിട്ട് എൻ്റെ കൊച്ച് എങ്ങനെയൊക്കെ പഠിക്കുക, അവൻ്റെ കഴിഞ്ഞ 8, 7, 9, 8, 9, 10 മാർക്ക് വെച്ച് അല്ലെങ്കിൽ +1 +2 അവൻ്റെ സ്വഭാവവും മാർക്കും അവൻ്റെ പഠിക്കുന്ന രീതിയും, ചിലരൊക്കെ ഉണ്ട് പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് എന്തോ പഠിക്കുക, ചിലപ്പോൾ സ്വപ്നം കാണുകയില്ല, ഇരുന്നുറങ്ങുന്ന കണ്ണ് തുറന്നുറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ വരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പല സ്വപ്നങ്ങളിലായിരിക്കും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അയ്യോ സമയം നോക്കുമ്പോൾ 4 മണിക്കൂർ പോയി, അപ്പോഴാണ് ഓർക്കുന്നത് ദൈവമേ ഞാൻ ഈ ഒരു പേജ് കൊണ്ടാണല്ലോ ഇരിക്കുന്നതെന്ന്. സോ അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ വെക്കുക, അതനുസരിച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മൾ പ്രോപ്പറായിട്ട്. അപ്പോൾ ഓവർ തിങ്കിങ് നമുക്ക് ഭയങ്കരമായി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഡീപ്പ് തിങ്കിങ്ങിലേക്ക് ഓവർ തിങ്കിങ് ഒഴിവാക്കി നമുക്ക് എന്താണോ എന്തിനെക്കുറിച്ചാണ് നമുക്ക് തീരുമാനം എടുക്കേണ്ടത് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് വിചാരിക്കാം. നമ്മൾ ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു 22 × 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് വേണമെന്നായിരിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളേ അറിയാത്ത ഒരാൾക്ക്, എങ്ങനെയാണിത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആലോചിച്ചിരിക്കും 22 എന്തായിരിക്കും, 33 ആയിരിക്കും, 43 ആയിരിക്കും, 44 ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുക, അതിനെക്കുറിച്ച് പഠിക്കുക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു എന്നിട്ട് നമുക്ക് ഇതല്ല ഏത് പ്രോബ്ലം വന്നാലും ഇപ്പോൾ 72/4 എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടെംപ്ലേറ്റ്സ്, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കുക അതിനെക്കുറിച്ച്. എന്നിട്ട് നമ്മളൊരു നമ്മുടേതായ രീതിയിൽ അപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് കിട്ടി. ആ ടെംപ്ലേറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇതിനകത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു, ഒരു പ്രാവശ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും ചെയ്യാം അല്ലേ? അതല്ലാതെ ഓരോരോ കാര്യത്തിനും ഒരാളുടെ അടുത്ത് പോകാൻ പറ്റുമോ?
അപ്പോൾ അതേപോലത്തെ കേസാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെംപ്ലേറ്റ്സ് ഒക്കെ പഠിച്ച് വയ്ക്കുക, ഡിസിഷൻ മേക്കിംഗ് ടെംപ്ലേറ്റ്സ് പഠിച്ച് വയ്ക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ഇഷ്യൂ വന്നാലും അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാവണം. നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് പോസിബിലിറ്റി, ആ പോസിബിലിറ്റിയിൽ നമ്മൾക്ക് എവിടെ നമ്മുടെ ഒരു എഫേർട്ട്, നമ്മളിപ്പം മുന്തിരി ഇട്ടിട്ടോ ആപ്പിൾ ജ്യൂസ് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലാണ് കിട്ടുന്നത്, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നന്നായി നിങ്ങൾക്ക് നല്ല 3 months കഴിഞ്ഞ് നല്ല മാർക്ക് വേണമെന്നുള്ള ആൾക്കാർ ഈ പറഞ്ഞ മാതിരി ബോർഡ് എക്സാമിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. മറ്റേ ശരിയാണ്, നമുക്ക് ഭയങ്കര മടി ഉണ്ടാവും ചെയ്യാനൊക്കെ, സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും സാറുമാരോടാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നമ്മൾ അത് സെർച്ച് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. ഈവൻ അതിൽ നമുക്ക് ചിലപ്പോൾ 4 മാർക്സിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് അത്രയും മനസ്സിലായില്ലെങ്കിൽ ഈവൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ. എല്ലാം അറിയത്തില്ല ആ പേടിയാണെന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് മുന്നോട്ട് പോയേ പറ്റും. അതുകൊണ്ട് ഇനിയുള്ള ടൈമെങ്കിലും നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, ഓവർ തിങ്കിങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്യേണ്ട ഏതെങ്കിലും ഡിസിഷൻ എടുക്കേണ്ട കേസിൽ യു ഗോ ഫോർ ഡീപ്പ് തിങ്കിങ്. സോ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ. ഡീപ്പ് തിങ്കിങ് ഒരിക്കലും നെഗറ്റീവ് അല്ല, ഓവർ തിങ്കിങ് എപ്പോഴും നെഗറ്റീവാണ്. അങ്ങനെ ഒരു കാര്യം നമ്മളെ മുന്നോട്ട് എത്തിക്കുകയില്ല. സോ അവോയ്ഡ് ദിസ് ഓവർ തിങ്കിങ് ആൻഡ് ഗോ ടു ഡീപ്പ് തിങ്കിങ് വിത്ത് പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം. സോ അതാണ് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.